കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മകന്റെ മരണത്തിന് പിന്നാലെ പിതാവ് രാജൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കുടുംബത്തിന്റെ അറിവോടെയാണ് നിതിൻ രാജ് ലോൺ ആപ്പിലൂടെ വായ്പ എടുത്തതെന്ന് പിതാവ് വ്യക്തമാക്കുന്നു. അമ്മ ലതയുടെ ചികിത്സയ്ക്കായി 10,000 രൂപയാണ് മകൻ വായ്പയായി എടുത്തത്. ഈ തുക തവണകളായി തിരിച്ചടച്ച് വരികയായിരുന്നു. എന്നാൽ ഒരു മാസം ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടായതെന്നാണ് പിതാവിന്റെ ആരോപണം. മകന്റെ പേരിൽ ഏജന്റുമാർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും എന്നാൽ അതിനെക്കുറിച്ച് വീട്ടുകാരെ നിതിൻ അറിയിച്ചില്ലെന്നും രാജൻ പറയുന്നു. മകന്റെ പേരിൽ ഏജന്റുമാർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും എന്നാൽ അതിനെക്കുറിച്ച് വീട്ടുകാരെ നിതിൻ അറിയിച്ചിരുന്നില്ലെന്നും രാജൻ പറയുന്നു. ഔദ്യോഗികമായോ ഗുരുതരമായോ ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിൽ അത് കുടുംബത്തോട് പങ്കുവെക്കാമായിരുന്നുവെന്നാണ് പിതാവിന്റെ നിലപാട്. ഇതിനിടെ കുടുംബം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയും ഏറെ ഗൗരവമുള്ളതാണ്. 1.5 മാസത്തോളം അമ്മ ലത ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. ആ സമയത്ത് കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അതിനാലാണ് കുടുംബവുമായി ആലോചിച്ചാണ് മകൻ ലോൺ എടുത്തതെന്നും പിതാവ് വ്യക്തമാക്കുന്നു. അനാവശ്യ ചെലവുകൾ ഒന്നുമില്ലാത്ത ഡോക്ടറാകണമെന്ന വലിയ സ്വപ്നം മാത്രം കണ്ടിരുന്ന വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ് എന്നാണ് പിതാവിന്റെ വേദന നിറഞ്ഞ വാക്കുകൾ. അതേസമയം കോളേജിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. മകൻ മരിച്ച ശേഷം കോളേജ് അധികൃതരിൽ നിന്ന് ആരും വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയില്ലെന്നും സഹപാഠികൾ പോലും ഒന്ന് തുറന്നു പറയാത്തതായും രാജൻ പറയുന്നു. കൂടാതെ കോളേജ് സ്റ്റാഫ് റൂമിൽ അധ്യാപകരിൽ നിന്ന് മകൻ ക്രൂരമായ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും പിതാവ് ആരോപിക്കുന്നു. ഇതോടെ നിതിൻ രാജിന്റെ മരണം ലോൺ ആപ്പ് സമ്മർദ്ദവും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മാനസിക പീഡനവും ചേർന്നുണ്ടായ ദുരന്തമാണോ എന്ന് സംശയം ശക്തമാക്കുകയാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബവും വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു യുവാവിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയ ഈ സംഭവം ലോൺ ആപ്പുകളുടെ നിയന്ത്രണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനസിക സുരക്ഷയും സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്.